ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിന് ഒരു പ്രത്യേകതയുണ്ട്. പൊതുസമൂഹം എന്തറിയണം, എന്തറിയാൻ പാടില്ല, പ്രത്യേകിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരാണ് അത് തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആകുന്നതിനു മുമ്പ് നമ്മളറിയാത്ത ഒരുപാട് വസ്തുതകൾ ഉണ്ടായിരുന്നു, അല്ലേ? നമ്മളതൊക്കെ ഇപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം മത വിമർശകരായ യുക്തിവാദികൾ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങൾക്കും എതിർഭാഗത്തിന്റെ ഭാഗത്തു നിന്നും മറുപടിയില്ലാതെ വരുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നു, ശരിയാണല്ലേ, യുക്തിവാദികൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ചോദ്യമായി തന്നെ നിൽക്കുന്നു, അല്ലേ? അപ്പോൾ പലതും നമുക്കറിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ഖുർആൻ തന്നെ 114 അധ്യായങ്ങളുണ്ട്. ഇസ്ലാം മത പ്രഭാഷകർ ആരെങ്കിലും ഇതിലുള്ളത് മുഴുവനും, പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടുന്ന ചില വിഷയങ്ങൾ പോലും അവർ പറയാറില്ല. കുറേ അധികം വഷളത്തരങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു ചിരിച്ച് സമൂഹത്തെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പുരുഷന്മാരെയൊക്കെ ഒന്ന് പൊക്കി പുളിയുടെ മുകളിൽ ഒന്ന് കയറ്റി അവർ പോകും. കാരണം അവർക്ക് കീശ വീർപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമേ. കബീർ ബാക്കവി, നൗഷാദ് ബാക്കവി, അബ്ദുൽ ഗഫാർ മൗലവിയെ പോലെയുള്ള ആൾക്കാർ ഓരോ സിറ്റിങ്ങിന് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങുന്നത്. ഇങ്ങേറ്റം സിംസാർ ഹക്ക് ഹുദവി വരെ അവർക്ക് പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്, പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, അവർക്കൊക്കെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അതായത് ലിയഷ് തറൂബിഹി സമനൻ ഖലീല എന്നാണ് ഖുർആൻ ഇവരെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ വചനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എന്നാണ് ഇവരെ കുറിച്ചിട്ട് ഖുർആൻ പറഞ്ഞത്. അപ്പോ എന്ത് നമ്മൾ കേൾക്കണം, എന്തറിയണം, എന്ത് ചർച്ച ചെയ്യണം എന്നതിപ്പോ മാറിപ്പോയി, പാടേ മാറിപ്പോയി. കാരണം നമ്മൾ അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ഒന്നും ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല. ഇസ്ലാം മതത്തെ വ്യാഖ്യാനിക്കേണ്ടത് പ്രഭാഷകർ മാത്രമാണ്, ഇസ്ലാമിക പണ്ഡിതന്മാർ മാത്രമാണ് എന്നുള്ളത് പൊയ് വാക്കുകൾ തള്ളിക്കളഞ്ഞു. ഇന്ന് ആർക്കും, ഇങ്ങേറ്റം ഡോക്ടർ രജിത് കുമാറിനും ഫിനോയിൽ രമേശനും വരെ വ്യാഖ്യാനിക്കാവുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ വാതായനങ്ങൾ മലർക്കെ തുറന്നു. അതോടുകൂടി ഇവർക്ക് അടി കിട്ടുകയും ചെയ്തു. അധികമാർക്കും പരിചയമില്ലാത്ത, അധികം ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് എനിക്കിന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളത്. അധികമാരും ഉമ്മു ഖിർഫ എന്ന പേര് കേട്ടിട്ടുണ്ടാകില്ല. അതെ, ഇസ്ലാം വളർന്നു പടർന്നു പന്തലിച്ചപ്പോൾ ആ നാമം തന്നെ ഉന്മൂലനം ചെയ്യപ്പെട്ട രൂപത്തിലായിപ്പോയി. അതാണ് ഇന്ന് നമ്മൾ മറനീക്കി കുഴിമാന്തി പുറത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് പേരുകൾ, അസ്മ ബിന്ത് മർവാൻ, ഒരുപാട് പേരുകൾ നമുക്ക് ചരിത്രങ്ങൾ ഇസ്ലാമിക പ്രഭാഷകർ, ഇസ്ലാമിക പണ്ഡിതന്മാർ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ആ പേരുകളൊക്കെ നമുക്കൊന്ന് മറനീക്കി പുറത്തെടുക്കേണ്ടതുണ്ട്. കുറച്ച് ചരിത്രങ്ങളിലേക്ക് പോകാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഖുർആനും ഹദീസും ഇസ്ലാമിക പ്രമാണങ്ങളും ഒക്കെ ഇന്ന് വിമർശിക്കാൻ ഒരുപാട് ആൾക്കാർ പൊങ്ങി വന്നിട്ടുണ്ട്. എഴുതിയാണെങ്കിലും ഇപ്പോൾ നമുക്ക് ക്ലബ് ഹൗസിലൂടെ തന്നെ അറിയാൻ കഴിഞ്ഞത്, ഒരുപാട് ആൾക്കാർ യുക്തിവാദികളായിട്ടുള്ള മതവിമർശകരായിട്ടുള്ള ആൾക്കാരല്ല ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നതും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും. ഇസ്ലാം മത വിശ്വാസത്തെ പുൽകുന്നവരാണ് യുക്തിവാദികൾ. അങ്ങനെ പറയുന്നല്ലോ, എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് ചോദിക്കുന്നത്. ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കാത്ത ഇസ്ലാമിന്റെ ആധികാരികമായ ഒരു സ്രോതസ്സിൽ നിന്നാണ് ഞാൻ ഉമ്മു ഖിർഫയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമില് പുരോഹിതന്മാരാണ് എന്താര് കാണണം, എന്ത് കാണാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത്. ഇസ്ലാമില് 6 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി, തിർമുദി എന്നീ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ. ഈ ഹദീസിലുള്ള വിഷയങ്ങളൊന്നും നിഷേധിക്കാൻ സാധിക്കില്ല എന്നാണ് ഇസ്ലാമിക ലോകത്തിന്റെ വിശ്വാസം. അതായത് ബുഖാരി പറഞ്ഞതും മുസ്ലിം പറഞ്ഞതും ഒന്നും തീരെ നമുക്ക് തള്ളാൻ പറ്റില്ല. ബുഖാരിയോ മുസ്ലിമോ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ഒരു മുസ്ലിം തള്ളിക്കളഞ്ഞാൽ അവൻ ഇസ്ലാമിക ദീനിൽ നിന്ന്, മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും അത് തന്നെയാണ്. നമുക്ക് മുസ്ലിങ്ങൾക്ക് ആധികാരികമായ ഗ്രന്ഥം അത് മതഗ്രന്ഥമാണ്. ആ മതഗ്രന്ഥത്തിലൂടെ തന്നെ നമുക്ക് ഉമ്മു ഖിർഫ ആരായിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. നമുക്ക് ഇബ്നു ഇഷാഖ് ആ ചരിത്ര ഗ്രന്ഥങ്ങളാണ്, ഇവരൊക്കെ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇന്ന് ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നതാണ്. അതിൽ നിന്നാണ് പറയാനുള്ളത്.
ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രതിന്യായങ്ങൾ എന്താണ് പ്രതിഭാഗത്ത് നിന്നുള്ളത് എന്നും ഞാൻ പറയും. ഈ എപ്പിസോഡിൽ തീരുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തില് മദീനയിൽ നിന്ന് ഒരല്പം അകലെ വാദിൽ ഖുറ എന്ന് പറയുന്ന ഒരു താഴ്വരയിൽ ജീവിച്ചിരുന്ന ബനു ഫസാര ഗോത്രത്തിന്റെ തലൈവിയായിരുന്നു ഈ നമ്മൾ പറഞ്ഞ ഉമ്മു ഖിർഫ എന്ന് പറയുന്ന വ്യക്തി. മുസ്ലിങ്ങള് സ്ഥിരമായിട്ട് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് ഒരുപാട് ന്യായീകരണങ്ങൾ പറയും. അതൊന്നും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും ഈ വിഷയം ഉന്നയിക്കുന്നു. അപ്പോൾ ഇസ്ലാമിന് മുമ്പ് അറേബ്യയില് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഖദീജയെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ തുറന്നു കാണിക്കുന്നുണ്ട്. പിതാവിന്റെ സമ്പത്തൊക്കെ വെച്ച് കൈകാര്യം ചെയ്ത് തൊഴിലാളികളെ വെച്ച് വ്യാപാരം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഖദീജയെ മുഹമ്മദ് നബി വിവാഹം കഴിച്ചതോടുകൂടി തളച്ചിടുകയാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. അപ്പോ ഒരു വലിയ ഗോത്രത്തിന്റെ നേതാവായിരുന്നു ഉമ്മു ഖിർഫ എന്ന് പറയുന്ന വ്യക്തി. അവരുടെ ആ വിഷയങ്ങള് ഇസ്ലാമിക ലോകം ഒരിക്കലും തുറന്ന് മുസ്ലിങ്ങളോട് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം പറഞ്ഞാൽ അതോടുകൂടി ഇസ്ലാമിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കും എന്ന് ഇസ്ലാം മതവിശ്വാസികൾക്കറിയാം. അറേബ്യയുടെ 1/3 ഭാഗം മുഹമ്മദ് നബി കീഴടക്കിയതിനു ശേഷം എന്നിട്ടും അദ്ദേഹത്തിന്റെ യുദ്ധക്കൊതിയും രക്തക്കൊതിയും സമ്പത്തിനോടുള്ള ഭ്രമവും അടിമ സ്ത്രീകളോടുള്ള ഒരു ഭ്രമവും ഒന്നും അദ്ദേഹത്തിന് മാറിയിരുന്നില്ല. വീണ്ടും അദ്ദേഹത്തിന് ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, അലക്സാണ്ടർ ദി ഗ്രേറ്റ് നമുക്കറിയാം, പിടിച്ചടക്കി അതൊരു ഹരമായി മാറി. അമ്മ വിളിച്ചിട്ട് പോലും കാണാൻ കൂട്ടാക്കാതെ വീണ്ടും അടുത്ത രാജ്യം കൂടി കീഴടക്കിയിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു തരം ഹരമായിരുന്നു, കൊള്ളയടി. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് സമ്പത്തുണ്ടാക്കി രാജ്യങ്ങൾ പിടിച്ചടക്കിയതിനു ശേഷവും അദ്ദേഹത്തിന്റെ ഈ അടങ്ങാത്ത സമ്പത്തും പണവും അധികാരവും ഒക്കെ ഭ്രമമായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സെയ്ദ് ഇബ്നു ഫാരിസിയാണ് ബനു ഫസാരയെ കവർച്ച ചെയ്യാൻ മുഹമ്മദ് നബി നിയോഗിച്ചത്. അതായത് ഈ ലേഡി ഉമ്മു ഖിർഫ എന്ന് പറയുന്ന ലേഡിയുടെ ഗോത്രം ഏതായിരുന്നു? ബനു ഫസാര എന്ന് പറയുന്ന ഗോത്രമായിരുന്നു. ആ ഗോത്രത്തിന്റെ തലൈവിയായിരുന്നു ഇവർ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇബ്നു ഇഷാഖ് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സെയ്ദ് ഇബ്നു ഹാരിസ്, നമുക്കറിയാം സെയ്ദ് ഇബ്നു ഹാരിസ് ആരാണ് എന്ന്. അപ്പോ വാദിൽ ഖുറ ആ നാട് റെയ്ഡ് ചെയ്തു. തുടക്കത്തിൽ കുറച്ചായിരുന്നു ആൾക്കാര്, സെയ്ദിനും കൂട്ടർക്കുമൊക്കെ ബനു ഫസാര ഗോത്രക്കാരുടെ തിരിച്ചടി കാരണം നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സെയ്ദ് മുറിവേറ്റു കിടപ്പിലായത്രേ. കാരണം സ്വാഭാവികമായിട്ടും ഒരു ഗോത്രത്തെ അങ്ങോട്ട് ആക്രമിച്ചാൽ അവർ തിരിച്ചും ആക്രമിക്കും. സെയ്ദിന് മുറിവേറ്റതോടുകൂടി സെയ്ദ് ഒരു തരം പ്രതികാരദാഹിയായി മാറി എന്നാണ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മുഹമ്മദ് നബി സെയ്ദിന് കൂടുതൽ സൈന്യത്തെ അയച്ചു കൊടുത്തു. സെയ്ദ് ആക്രമണം തുടരുകയും ഗോത്രത്തിലുള്ള പോരാളികളെയൊക്കെ കൊന്നൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ആ നാട്ടിലുള്ള ആൾക്കാരെ, യുവാക്കളെയൊക്കെ കൊന്നൊടുക്കി കഴിഞ്ഞാൽ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബന്ധികളാക്കി പിടിക്കാറാണ് പതിവ്. എന്നാൽ നമ്മുടെ ഈ ഉമ്മു ഖിർഫ എന്ന് പറയുന്ന ലേഡി കുറച്ച് പ്രായം ചെന്ന ലേഡിയായിരുന്നു. അങ്ങനെ സെയ്ദിന്റെ കൽപ്പന പ്രകാരം അവർ വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടു എന്നാണ് ഇബ്നു ഇഷാഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 980 പേജിൽ പറയുന്നത്. കൊല്ലപ്പെട്ട രീതിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇസ്ലാമിക ചരിത്രകാരന്മാർ സത്യസന്ധമായ ചരിത്രങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിക ചരിത്രങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത് ഇമാം തൊബരിയുടെ ഗ്രന്ഥമാണ്. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് ഇമാം തൊബരിയുടെ വ്യാഖ്യാനങ്ങളിലൂടെ തന്നെയാണ്. ഇമാം തൊബരിയുടെ വ്യാഖ്യാന പ്രകാരം 8ാം വോള്യം 96 പേജിലൂടെ നമുക്കിങ്ങനെ കാണാം. ഇവര് ഈ നമ്മുടെ ഈ ലേഡി ഉമ്മു ഖിർഫ എന്ന് പറയുന്ന ലേഡി കൊല്ലപ്പെട്ട രീതിയെ കുറിച്ച് അവർ പറയുന്നത്, ആ സ്ത്രീയുടെ 2 കാലുകളും ഒട്ടകങ്ങളോട് കൂട്ടിക്കെട്ടി, അതായത് 2 ഒട്ടകങ്ങളോട്, എന്നിട്ട് ഒട്ടകങ്ങളെ എതിർദിശയിലേക്ക് ഓടിച്ചു.
അങ്ങനെ അവരുടെ ശരീരം നെടുകെ രണ്ടായി പിളരുകയാണ് ചെയ്തത് എന്നാണ് ഇമാം തൊബിരി പറയുന്ന വ്യാഖ്യാനത്തിലുള്ളത്. 80 വയസ്സു കഴിഞ്ഞ ഒരു സ്ത്രീയെയാണ് മുഹമ്മദ് നബിയുടെ അനുവാദത്തോടുകൂടി ആശീർവാദത്തോടുകൂടി ഇത്രയും ഭീകരമായ രൂപത്തിൽ കൊല ചെയ്തത്. എന്താണ് അവർ ചെയ്ത തെറ്റ്? അവർ ഒരു വലിയ ഗോത്രത്തിന്റെ സ്ഥാനം അലങ്കരിച്ചു, നേതൃത്വ സ്ഥാനം അലങ്കരിച്ചു എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ്. ഉമ്മു ഖിർഫയേക്കാൾ അധികാരം ഇനി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ, ഈ നാട്ടില് ഉണ്ടായാൽ പോലും നിങ്ങളെ കൊണ്ട് മുഹമ്മദ് നബിയെ മറികടക്കാനാവില്ല എന്ന ഒരു മോറലാണ് അറബികൾക്കിടയിൽ മുഹമ്മദ് നബി പ്രചരിപ്പിച്ചത് ഇതിലൂടെ. കാരണം ഉമ്മു ഖിർഫയ്ക്ക് ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതിനേക്കാൾ ശക്തിയായ ഒരു സ്ത്രീ നേതൃത്വം ഉണ്ടായാൽ പോലും മുഹമ്മദ് നബിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല എന്ന സന്ദേശമായിരുന്നു മുഹമ്മദ് നബിയും അനുചരന്മാരും സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. ഇസ്ലാമില് സ്ത്രീ പുരുഷന്റെ കീഴിൽ നിൽക്കുക എന്നതാണ് മുഹമ്മദ് നബിയുടെ തത്വമെന്ന് നമുക്കറിയാം. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 223-ാമത്തെ വാചകത്തിലൂടെ അള്ളാഹു പറയുന്നത് സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവിടേക്ക് പോയിക്കൊള്ളുക. അതായത് സ്ത്രീയെ വെറും ഒരു തരിശ് ഭൂമിയായി കാണുകയും കർഷകനായി എങ്ങനെയും സമീപിക്കാവുന്ന ഒരു യജമാനനായി, ആഢ്യത്വമുള്ളവനായി, ഉടമസ്ഥനായി പുരുഷനെ കാണുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും ഒരു സ്ത്രീ ഒരു ഗോത്ര തലൈവിയായി മാറുന്നതും അവർ വളരെ അഗ്രഗണ്യ പ്രാവീണ്യത്തോടുകൂടി തന്റെ ജനതയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരിക്കലും സ്ത്രീകളെ അടിമയാക്കാൻ ആഗ്രഹിക്കുന്ന മുഹമ്മദ് നബിക്ക് സഹിക്കാനാവില്ല എന്നത് ഇന്ന് നമുക്കറിയാം. ഉമ്മു ഖിർഫ എല്ലാവരെക്കാളും വളരെ ഉയരത്തിലായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വളരെ താഴേക്കിടയിലേക്ക് കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുകയാണ് ഈ പ്രവാചകൻ ചെയ്തത്. നമ്മൾ ഈ ചരിത്രം എടുക്കുന്നത് ഇബ്നു ഇഷാഖിന്റെയും, ഇസ്ഹാഖ് എന്നും പറയും കേട്ടോ, ഇബ്നു ഇഷാഖിന്റെയും തൊബിരിയുടെയും ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ്, അവരുടെ പുസ്തകങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം അവരുടെ വ്യാഖ്യാനമാണ് പല വിഷയങ്ങളിലും ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാമിക ചരിത്രങ്ങളും നമ്മൾ ആ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ എടുത്തത്. അപ്പോൾ ഇസ്ലാമിക പൗരോഹിത്യം ശരിവെക്കുന്ന ഒരു സ്രോതസ് നമ്മൾ ഇതിനോടൊപ്പം വെക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞാൽ ഇമാം തൊബിരി പറഞ്ഞതല്ലേ, ഇമാം ഇസ്ഹാഖ് പറഞ്ഞതല്ലേ, അതുകൊണ്ട് നമുക്കതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞേക്കാം. എന്നാൽ നമ്മളിനിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നിന്നാണ് എടുക്കുന്നത്. സലാമ ബിൻ അഖ്വ നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ ഫസാരക്കെതിരെ യുദ്ധം ചെയ്ത്, ഫസാര അറിയാമല്ലോ, നമ്മുടെ ഈ ലേഡിയുടെ ഗോത്രമാണ് ഉമ്മു ഖിർഫ അല്ലെ, ആ പേരാ മറന്നു പോകുന്നു. ഉമ്മു ഖിർഫയുടെ ഗോത്രമാണ് ഫസാര. അപ്പൊ ആ ഫസാരക്കെതിരെ ഇവർ യുദ്ധം ചെയ്തു. അബൂബക്കറിനെയായിരുന്നു ഞങ്ങളുടെ മേധാവിയായി മുഹമ്മദ് നബി നിയമിച്ചത്. ശത്രുവിന്റെ ജലസംവിധാനത്തിന്റെ 1 മണിക്കൂർ മാത്രം അകലെയായിരിക്കുമ്പോൾ ആക്രമിക്കാൻ അബൂബക്കർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. വിശ്രമിക്കാനുള്ള രാത്രിയുടെ അവസാന ഭാഗത്ത് ഞങ്ങൾ നിർത്തി. തുടർന്ന് ഞങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിച്ചവരുടെ ജലസേചന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഞങ്ങൾ അവരിൽ ചിലരെ കൊല്ലുകയും ചിലരെ തടവുകാരാക്കുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു കൂട്ടത്തെ എൻ്റെ മുമ്പിൽ ഒരു മല കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അവർ എൻ്റെ മുമ്പിലെ മല കടന്നു കളയുമെന്ന ആശങ്കയിൽ ഞാൻ അവർക്കും പർവ്വതത്തിനുമിടയിൽ ഒരു അമ്പ് എറിഞ്ഞു. അമ്പടയാളം കണ്ടപ്പോൾ അവർ നിന്നു. അവന് ആലോചിച്ച് നോക്കി അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നോ, അയ്യോ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവരെ പിടിച്ചു കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ബനു ഫസാരയിൽ നിന്നുള്ള ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ബനു ഫസാര മനസ്സിലായല്ലോ, നമ്മുടെ ആ ലേഡിയുടെ ഗോത്രമാണ്. അപ്പോ അവരുടെ ഗോത്രം. അപ്പൊ അതില് അവൾ ലെതർ കോട്ട് ധരിച്ചിരുന്നു. അറേബ്യയിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടികളിൽ ഒരാളായ മകളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അബൂബക്കർ ആ പെൺകുട്ടിയെ എനിക്ക് സമ്മാനമായി നൽകി. നമ്മൾ പേനയും പേപ്പറും ഒക്കെ കൊടുക്കുമ്പോൾ ഇവർ പെണ്ണുങ്ങളെയാണല്ലോ കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തി. മുഹമ്മദ് നബി എന്നെ തെരുവിൽ വന്നു കണ്ടു പറഞ്ഞു, സലാമ ആ പെൺകുട്ടി എനിക്ക് തരും. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 52 നോക്കിയാൽ മതി. കാരണം ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ നീ വീണാലും നീനും കെട്ടണ്ടെന്ന് അള്ളാഹു തന്നെ പറയുന്നത്. അപ്പൊ നബിയുടെ രീതി അതാ. അപ്പൊ സലാമ ആ പെണ്ണിനെ എനിക്ക് തന്നേക്കട്ടോ എന്ന് ഞാൻ പറഞ്ഞു. മുഹമ്മദ് നബി പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ അവൾ എന്നെ ആകർഷിച്ചു പോയി. ഞാൻ ഇതുവരെ അവളെ വസ്ത്രാക്ഷേപം ചെയ്തിട്ടില്ല. അടുത്ത ദിവസവും മുഹമ്മദ് നബി എന്നെ വീണ്ടും തെരുവിൽ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സലാമ ആ പെൺകുട്ടി എനിക്ക്. അങ്ങനെയാണല്ലോ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതാണല്ലോ. ദൈവം നിങ്ങളുടെ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ അവൾ നിങ്ങൾക്കാണ്. അള്ളാഹുവാണ് സത്യം, ഞാൻ ഇതുവരെ അവളെ കളങ്കപ്പെടുത്തിയിട്ടില്ല. മുഹമ്മദ് നബി അവളെ മക്കയിൽ തടവുകാരായി പാർപ്പിച്ചിരുന്ന നിരവധി മുസ്ലിങ്ങളെ വിട്ടുകിട്ടാൻ മോചന ദ്രവ്യം നൽകി.
മനസ്സിലായല്ലോ. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1755 പുസ്തകം 32 ഹദീസാണ്. അല്ല, സ്വഹീഹ് മുസ്ലിം 1775 ഹദീസ്, 32 പുസ്തകം ഹദീസ് നമ്പർ 54. ഇതിൽ കൂടുതൽ ആധികാരികമായ തെളിവുകൾ എന്താണ് വേണ്ടത്? പെണ്ണുങ്ങളെ കണ്ടാൽ അത് മതിയെന്നേ. അപ്പോ നമുക്ക് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും കൂടിയുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ആർക്കാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ലെതർ കോട്ട് ധരിച്ച ആ സ്ത്രീയുടെ ഗതി എന്തായി എന്നതാണ്. അപ്പോൾ പല ഇസ്ലാമിക ഗ്രന്ഥങ്ങളും നോക്കുമ്പോൾ വളരെ തന്ത്രപൂർവ്വം ആ ഭാഗം ഇവർ വിസ്മരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ നമുക്കങ്ങനെ വിസ്മരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഉമ്മു ഖുർഫ എന്ന വൃദ്ധയെ പറ്റി കൂടുതലൊന്നും ഇവർ പറയില്ല. ഇവർക്ക് പറയാൻ കഴിയില്ല. അവരെ ഏതാണ്ട് 2 കഷ്ണങ്ങളാക്കി കഴിഞ്ഞു. അവരുടെ മകൾക്ക് വന്ന മരണത്തെക്കാൾ ക്രൂരമായ വിധിയെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഉമ്മു ഖുർഫ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് വന്നതിനേക്കാൾ ക്രൂരമായ രൂപത്തിലാണ് ആ സ്ത്രീയുടെ മകളെ ഇവർ കൊലപ്പെടുത്തിയത്. അറേബ്യയിലെ ഇനി മേലിൽ ഒരു സ്ത്രീയും നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല, ഇനി വന്നാൽ പോലും മുഹമ്മദ് നബിക്കെതിരെ അവർ ശബ്ദിക്കാൻ പാടില്ല എന്ന പാഠമായി 2ആയി വേർപെടുത്തപ്പെട്ട ഉമ്മു ഖുർഫയുടെ ശരീരത്തിൽ നിന്ന് തല അറുത്തു മാറ്റി മദീന മുഴുവനും അത് കുന്തത്തിന്മേലെ പ്രദർശിപ്പിക്കാൻ മുഹമ്മദ് നബി ആവശ്യപ്പെട്ടതായി ചില റിപ്പോർട്ടുകളുമുണ്ട്. ഇതുതന്നെയാണ് നമ്മുടെ വാരിയം കുന്നൻ ചെയ്തതും മുഹമ്മദ് നബി ബദർ യുദ്ധത്തിൽ ചെയ്തതും ഇതുതന്നെയാണ്. കുറേയധികം ആൾക്കാരെ തല വെട്ടി കിണറ്റിലിട്ടു. 3 ദിവസം കഴിഞ്ഞു ചീഞ്ഞളിഞ്ഞ തലകളോട് വന്നിട്ട് ഇന്നവന്റെ മകനെ പറഞ്ഞില്ലടാ എനിക്കത് കിട്ടും. എങ്ങനെയുണ്ട്? ഇതല്ലേ സാഡിസം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇസ്ലാമില് സ്ത്രീകളുടെ സ്ഥാനം വല്ലാതെ ഉയർത്തി എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ ഉമ്മു ഖുർഫയുടെ 2ആയി പിളർത്തപ്പെട്ട ആ ശരീരവും ആ ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റപ്പെട്ട തലയും ഒന്നെടുത്തുകൊണ്ട് വന്നേക്കണേ. നന്ദി. നമുക്കിനിയും പല ചരിത്രങ്ങളും നോക്കാനുണ്ട്, തീർച്ചയായിട്ടും നോക്കാം. ഇതിന്റെ വ്യാഖ്യാനം എന്താണ് മറുഭാഗത്തു നിന്നുള്ളത് എന്ന് തീർച്ചയായിട്ടും ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. നന്ദി.